ഷൂട്ട് ചെയ്ത് ഞാനിങ്ങനെ ഇറങ്ങി. ക്വാളിറ്റിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്വാഭാവികമായും ആൾക്കാരത് നമ്മൾ അടുക്കളയ്ക്ക് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ അങ്ങനെ നമ്മളത് റിലീവ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ മാക്സിമം ഭക്ഷണം മോശമാണെന്ന് നമ്മുടെ വീഡിയോ താഴെ വന്ന ഒരാൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ടും അവരത് മൈൻഡ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ വീഡിയോ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യും. അത് ഇപ്പം എന്ത് പേയ്മെൻറ്റ് വന്നാലും അല്ലെങ്കിൽ നമ്മളതല്ലാതെ നമ്മൾ ചെയ്തതാണെങ്കിലും ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പോസിറ്റീവിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവിലേക്കോ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫോളോവേഴ്സിൽ പക്ഷെ എല്ലാം കൂടെ ഒരു 1.5-2 ലക്ഷം പേരുണ്ടെങ്കിലും വളരെ എന്നോട് അത്രയും അടുത്തവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ഡിവോഴ്സാണെന്നുള്ള കാര്യം. ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഒരു പൊസിഷനിലായിരുന്നെങ്കിൽ അത് ഡിവോഴ്സ് ആവില്ലായിരുന്നു. അവർക്ക് ആ വിഷയം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡിപ്രഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും. കാരണം നമ്മൾ തൊഴിലൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പലതും നമുക്ക് വിറ്റ് പെറുക്കി പോകേണ്ടി വന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മളൊരു ട്രിപ്പ് എന്നുള്ള രീതിക്ക് എവിടെയാണ്, കാരണം 4 ആൾ കൂടുന്നിടത്ത് ചെന്നാൽ എന്തായി എന്നുള്ളൊരു ചോദ്യമാണ്. എന്തായി, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. ഒരു കല്യാണത്തിന് ശരിക്കും നമ്മൾ നാട്ടിലെന്നല്ല, നമ്മൾ അറിയുന്ന ഒരാളുടെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്നൊക്കെ പറയില്ല, അറിഞ്ഞിട്ട് പോലും ചോദിച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞായറാഴ്ചകൾ കല്യാണം വന്നാൽ ഞായറാഴ്ച ഞാൻ സീതാർകുണ്ട് പോകും, ഇല്ലെങ്കിൽ പലപ്പാണ്ടി പോകും, ഇല്ലെങ്കിൽ സുക്രിയാർ പോകും. താമരപ്പാടത്ത് പോയിട്ട് ഞാൻ മണിക്കൂർ കണക്കിൽ ഇരുന്നുണ്ട് വണ്ടിയും കൊണ്ട് പോയിട്ട്. ശരിക്കും പാലക്കാട്ടുകാർ വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആൾക്കാരാണെന്നൊക്കെയാണ് പറയാറുള്ളത്. എന്താണ് ഷമീർ പാലക്കാടിൻ്റെ അഭിപ്രായം? അല്ല, ഞാൻ പറഞ്ഞില്ല. കാരണം ഒരിക്കലും അവരുടെ നമ്മുടെ ഭാഷയിൽ തന്നെ എന്താണ്ടോ ഉണ്ണിയെന്നല്ലാണ്ട് അല്ലേ, ഒരിക്കലും ഏതാന്നോ പോടാന്നോ എന്നല്ലേ ആളെ വിളിക്കുക. പ്രായ കൂടുതലുള്ളവരെ പോലും ഇവിടെ കേട്ടാന്ന് ആണെങ്കിലും. പിന്നെ ഒരു അപരിചിതൻ നമ്മുടെ നാട്ടിൽ വന്ന് വഴി ചോദിക്കുകയാണെങ്കിൽ പോലും, ഞാനും പലപ്പോഴും നമുക്ക് അനുഭവം, നമ്മൾ പുറത്തൊക്കെ പോയി നമ്മൾ നിർത്തി വഴി ചോദിക്കുമ്പോഴും അവിടെ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോയാൽ പോലും ചിലപ്പോൾ പറഞ്ഞു തരില്ല. ഇത് അവിടെ ഇരിക്കുകയാണെങ്കിൽ പോലും ഒരു ഗ്യാങ്ങായിട്ട് ഒരു വണ്ടിയുടെ എന്നിട്ട് മുഴുവൻ അഡ്രസ്സും പറഞ്ഞു തന്നിട്ട് വിടുക. കാരണം അത്രയ്ക്കും ഒരു കെയറിങ്ങും ഒരു മര്യാദയുള്ള ആൾക്കാരാണ്. അത് കുഞ്ഞു കുട്ടികൾ മുതൽ
ഏറ്റവും വയസ്സായത് ഇപ്പോൾ നമ്മുടെ ലാസ്റ്റത്തെ നമ്മുടെ ഒരു മുത്തിയമ്മൻ്റെ വീഡിയോ ചെയ്തു. കാരണം നമ്മളെന്ത് പറയുന്നു അതാണ് അവരും സ്വീകരിക്കുക. അല്ലാതെ എന്നെക്കാളും 60-70 വയസ്സിന് താഴെയാണ് നീ എന്നെ പഠിപ്പിക്കേണ്ടതെന്ന് ഒരാളും പറയില്ല. ഇല്ല. അത് ഇവിടുത്തെ നമ്മുടെ പാലക്കാടിൻ്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ആ ഒരു മര്യാദയും ആ ഒരു ക്യൂട്ട്നെസ്സും ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ കൊല്ലങ്കോട് പോലെയുള്ള ഗ്രാമങ്ങളിലേക്ക് ആൾക്കാർ പോകുമ്പോഴും അവിടുത്തെ ആളുകൾ ഈ വരുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് വീണ്ടും അവർ വരുന്നത്. അതെ, ശരിയാണ്. ഇപ്പോൾ കൊല്ലങ്കോട്, പാലക്കാട് തന്നെയുള്ള മിക്ക സ്ഥലങ്ങളിലെയും മിക്ക ഹോട്ടലുകളിലും ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ ഷമീർ പാലക്കാടിന് ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പം അതിൽ തന്നെ അവർക്ക് തന്നെ വലിയ സഹായമായിട്ടുള്ള ഏതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എനിക്കൊരു മെസ്സേജ് വന്നു. ഞങ്ങൾ ഇതിങ്ങനെ തുടങ്ങിയ സമയത്തൊക്കെ എൻ്റെ അച്ഛനും അമ്മയും കൂടെ ഒരു കട നടത്തുന്നുണ്ട്. അന്നിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഈ കൊല്ലങ്കോട് സീതാരോണ്ട് പോകുന്ന വഴിയൊന്നും അത്ര ഫേമസ് അല്ല. അപ്പോൾ ഏട്ടനൊന്ന് പോയിട്ട് അവിടുത്തെ വീഡിയോ ചെയ്യണം പറ. നമ്മൾ നോർമലി എപ്പോഴും പോലെ തന്നെ ബൈക്ക് എടുത്ത് വിട്ടു, പോയി ഫുഡ് കഴിച്ചു. നോക്കുമ്പോൾ അടിപൊളി ബീഫും ചിക്കനൊക്കെ വിറകെടുപ്പ് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അച്ഛനും ഒരു അമ്മയുമാണ് നടത്തുന്നത്. മോനിവിടെ തൃശ്ശൂർ കെട്ടുപണിയാണ് ഉദ്യോഗം. ഞാൻ പറഞ്ഞു, അപ്പോൾ അമ്മ ഞാനിങ്ങനെ ഒരു ഇൻസ്റ്റയിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുന്ന ആളാണ്. കാരണം ഇൻസ്റ്റ പറഞ്ഞാൽ അവർക്ക് അറിയാം, യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ഇടുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടു. ഞാൻ വരുന്ന ഞായറാഴ്ച ഞാൻ വീഡിയോ എടുക്കാൻ വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ പോയി, ഞായറാഴ്ച ഞാൻ വന്നു, വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തു. അപ്പോൾ ഷൂട്ട് ചെയ്ത് ഞാനിങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഒരു കയ്യിൽ ആ കട പറഞ്ഞ ഒരു പക്ഷെ മനസ്സിലാവും, ചന്ദ്രേട്ടൻ്റെ ചായക്കട എന്നാണ് പറയുക, നമ്മൾ സീതാരോണ്ട്. അപ്പോൾ ചന്ദ്രേട്ടൻ കയ്യിൽ കുറേ അധികം നോട്ട് കെട്ടുകൾ ചുരുട്ടിയിട്ട് കൊണ്ടുവരികയാണ്. അതായത് 10, 20, 30 അങ്ങനെ ഒരു 50 രൂപൻ്റെയൊക്കെ കുറേ അധികം നോട്ടുകൾ. ഞാൻ പറഞ്ഞു, ഞാനിങ്ങനെ എത്ര അയച്ചാൽ ചോദിക്കുമ്പോൾ, അല്ല പൈസ വേണ്ട, ഇത് മോനുള്ളതാണോ? നമ്മൾ എനിക്കെന്തിനാണ്? അല്ല മകൻ പറഞ്ഞു യൂട്യൂബർമാർ വന്ന് വീഡിയോ എടുത്താൽ പൈസ കൊടുക്കേണ്ടി വരുന്നത്. അപ്പോൾ എന്തായാലും മകൻ്റെ വീഡിയോ കണ്ടിട്ടെങ്കിലും 4 പേര് വരുമല്ലോ. കാരണം അന്നിങ്ങനെ ടൂറിസ്റ്റുകളൊന്നും വരുന്ന സ്ഥലമല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങോട്ടാണ് പൈസ തരേണ്ടത്, നിങ്ങൾ ഇങ്ങോട്ടല്ല, ഇത് അവിടെ വയ്ക്കും എന്ന് പറഞ്ഞിട്ട് നമ്മളത് പിരിച്ചു കൊടുത്ത് നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തിട്ടാണ് വന്നത്. പക്ഷേ ഇന്ന് മിനിയാന്ന് ഞാനവിടെ പോയിരുന്നു. അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. കാരണം നമ്മൾ ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് കരുതിയിരിക്കുന്ന ഒരു ആൾക്കാർ പെട്ടെന്നൊരു വീഡിയോസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാരണം കൊണ്ട് അവർ രക്ഷപ്പെട്ട് വരുമ്പോൾ നമ്മൾ രണ്ടാമത്തെ തവണ പോകുമ്പോൾ അവർ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഇതൊരു വല്ലാത്തൊരു അനുഭവമാണ്. കാരണം ഞാനിപ്പോഴും ആ നോട്ട് കെട്ടുകൾ കയ്യിൽ ചിരട്ടിയത് ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും. ഇതൊരു വല്ലാത്തൊരു അനുഭവമല്ലേ? അതെ. അതുപോലെ തന്നെ ഇപ്പോൾ പാലക്കാട് കൊല്ലങ്കോട് വരുന്ന എല്ലാവരും പോയി ചായ കുടിക്കുന്ന ഒരു പ്ലേസാണ് ഈ ചെല്ലഞ്ചേട്ടൻ്റെ ചായക്കട എന്ന് പറയുന്നത്. ഇങ്ങനെ ഓല മേഞ്ഞിട്ടുള്ള, ഇപ്പോഴും അതാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ് അല്ലേ? അവിടെ ഇരുന്ന് ഒരു ചായ കുടിക്കുന്ന ഒരു പിക്ക് ഇടാതെ കൊല്ലങ്കോടുന്നോ ആരും മടങ്ങാറില്ല. അതെ. അപ്പോൾ ആ ഒരു ചായക്കടയെ കുറിച്ചും അവിടുത്തെ ഒരു അനുഭവം എന്ന് പറയാം. ചെല്ലഞ്ചേട്ടൻ്റെ അവിടെ ഞാൻ ഈ ഫേമസ് എല്ലാം ആവുന്നതിന് മുന്നേ നമ്മളിങ്ങനെ പോകുമ്പോഴും അവിടെ ചിങ്ങഞ്ചിറക്കി പോകുമ്പോൾ കടയിൽ ചായ കുടിക്കാൻ മാത്രം നിർത്തുന്ന ഒരു സ്പോട്ടാണ്. കാരണം അന്ന് ചെല്ലഞ്ചേട്ടൻ ഇങ്ങനെ ഫേമസ് അല്ല, ഷൂട്ടിംഗ് ഒന്നും നടന്നിട്ടില്ല, ആരും വരാറില്ല. അത് പരിപ്പ് വടയും ചായയുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ പലപ്പോഴും അവിടെ ഈ ആൾക്കാർ വരുമ്പോൾ തിരക്ക് ഉണ്ടാവില്ലല്ലോ. കാരണം രാവിലെയും വൈകിട്ടും മാത്രമാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പോയ ശേഷമായിരിക്കും ചായ അവിടെ നിന്ന് ഉണ്ടായി തരാം. അന്നും ഞാൻ പറഞ്ഞു, ഈ കഴിഞ്ഞ ആഴ്ച പോകുമ്പോഴും അവരുടെ സ്വഭാവത്തിന് യാതൊരു മാറ്റമില്ല. കാരണം അതാണ് ഈ പഴയ കടക്കാരുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം നമ്മളൊരു വീഡിയോ ഇട്ട് എത്ര വൈറലായാലും ഈ വരുന്നവരെ ട്രീറ്റ് ചെയ്യേണ്ട ആ ഒരു രീതിയും അവരെ സ്വീകരിക്കുന്ന ആ ഒരു ആതിഥ്യ മര്യാദയുണ്ട്. അത് ഈ പഴമയുള്ള കടക്കാർ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഈ പുതിയ കടക്കാരെന്ന് പറയുമ്പോൾ എല്ലാവരെയും ഞാൻ പറയല്ല, നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യും, ഒന്ന് വൈറലാവും, ആൾക്കാർ കൂടും, ക്വാളിറ്റി മാറും, ഈ വരുന്നവരോടുള്ള ബിഹേവിയർ മാറും. അതാണ് ഈ പഴയ കടക്കാരും പുതിയ കടക്കാരും നമ്മളുള്ള വ്യത്യാസം. അപ്പോൾ ഞാൻ ചലഞ്ചറിൻ്റെ ഇടയിൽ അപ്പോൾ പോയി, അപ്പോൾ അച്ഛൻ ഓർമ്മയുണ്ടോ ചോദിച്ചു. അച്ഛന് ഓർമ്മയുണ്ടാകും, കാരണം നമ്മൾ 4-5 വീഡിയോസ് നമ്മൾ അച്ഛൻ്റെ അന്ന് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ബാക്ക്ഗ്രൗണ്ട് പാട്ട് വെച്ചിട്ടും അതല്ലാതെയൊക്കെ ആയിട്ട് ഇപ്പോഴും അതേ ടേസ്റ്റ്, അതേ പനമ്പട്ട. കാരണം ഇപ്പൊന്നും പന കയറാൻ ആരും കിട്ടാതെ പോലും മൂപ്പരത് പനമ്പട്ട കൊണ്ട് മെയിൻ പഴയ അതേ ഒരു നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അത് ചെല്ലഞ്ചേട്ടൻ്റെ ഒരു ഹൈലൈറ്റാണ്. അതെ. അതിന് നമ്മൾ ഇനിയിപ്പോൾ 3 റോസസിൻ്റെ ചായ മേടിച്ച് കുടിച്ചാലും ചെല്ലഞ്ചേട്ടൻ്റെ ഇപ്പം അവർ ചായ കുടിച്ചാൽ, കാരണം അത്രയും ദൂരം നമ്മൾ കഴിഞ്ഞ പേടൻ്റെ പരിപാടിക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ കൂട്ടുകാരന്മാർ വന്നു. ആ ചായക്കട കാണണമെന്ന് മാത്രം അവിടെ പറഞ്ഞു പോയ ആൾക്കാരുണ്ട്. അവിടെ ഒന്ന് ഇരുന്ന് ആ ഒരു തിണ്ണയിൽ ഇരുന്നിട്ട് ഒന്ന് ചായ കുടിക്കാനായിട്ട്. കാരണം മറ്റെങ്ങും ഇതില്ല. നമ്മുടെ നാടിൻ്റെ വില നമ്മൾക്ക് അറിയാനായിട്ടാണ്. ഇത്രയ്ക്കും നമ്മളിപ്പോൾ എന്ത് തന്നെ 80-90 കാലഘട്ടങ്ങളിലാണ്, ഇല്ലെങ്കിൽ ഇതുവരെ
എന്താ പറയുക, ഒരു വികസനം ഉണ്ടാവാത്തൊരു നാടെന്നൊക്കെ പറയുകയാണെങ്കിലും ശരിക്കും ഇതാണ് നമ്മുടെ നാടിൻ്റെ ഭംഗി. ഇവിടെ കിട്ടുന്നൊരു സമാധാനവും ഇവിടെ കിട്ടുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ മറ്റെങ്ങും കിട്ടില്ല. നമ്മളിപ്പോൾ നമ്മുടെ ഈ കൊല്ലംകോട്ടിൽ വന്നിരുന്ന് വൈകിട്ട് ആ ഒരു റോഡിൻ്റെ സൈഡിൽ ഇരുന്നൊരു ചായ കുടിക്കുന്ന പേര് നിങ്ങൾ എവിടെ പോയിരുന്നാലും അത് എത്തില്ല. അതാണ്. അതെ, ഞാനിപ്പോൾ കുട്ടിക്കാലം മുതൽ അതൊക്കെ അനുഭവിക്കുന്നതുകൊണ്ട് എനിക്ക് ഒരു വലിയൊരു അതാണ് പുതുമയൊന്നുമില്ല. പക്ഷെ പുറമേ നിന്ന് വരുന്നവർക്ക് അത് വല്ലാതെ കാര്യമാണ്. ആശ്ചര്യം തന്നെയാണ്. അതെ തീർച്ചയായിട്ടും. ഓക്കെ, ഇപ്പം ഇങ്ങനെ ഫുഡ് വ്ളോഗൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഈ അർഹത ഇല്ലാത്തവരുടെയൊക്കെ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? അതായത് നമ്മൾ പണം മേടിച്ച് ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല, ചിലപ്പോൾ അത് ഭക്ഷണം ചിലപ്പോൾ വൃത്തി ഉണ്ടാവില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഒരു കട അതുപോലെ നമുക്ക് പ്രൊമോഷൻ വർക്കിന് വന്നു. അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് അവരോട് ചോദിക്കുമല്ലോ. അപ്പോൾ നമ്മളെപ്പോഴും വർക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ പേയ്മെൻറ്റ് മേടിക്കുക, നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ അടുക്കള എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അടുക്കള കാണിക്കാൻ പറ്റില്ല. നമ്മൾ അടുക്കള കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, കാരണം നമ്മളിപ്പോൾ ഒരു ബിരിയാണി, അവിടെ ബിരിയാണിയാണ് കിട്ടുന്നത് വെച്ചാൽ ആ ബിരിയാണി തെമ്പോട്ടിക്ക് നമ്മൾ എടുക്കണ്ടേ. അതെ, ഒരു ഇഡ്ഡലിയാണ് ഉണ്ടാക്കണമെങ്കിൽ ആ ഇഡ്ഡലി നമ്മൾ ഉണ്ടാക്കുന്ന ജസ്റ്റ് ഒന്ന് എടുക്കണം. അപ്പോൾ നമ്മൾ അടുക്കള കാണിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് എനിക്ക് അത്രയും ഒരു തോന്നിയില്ല. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ കഴിച്ച് നമ്മൾ റിവ്യൂ പറയാൻ നമ്മൾ അത്ര വലിയ ഫുഡ് ബ്ലോഗറല്ല. ഇവിടെ ഇന്ന സംഭവങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് കാണിക്കണമെങ്കിൽ എനിക്ക് അടുക്കളയും കൂടെ ഉൾപ്പെടുത്തിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ പയ്യപ്പഞ്ചേട്ടൻ്റെ കടയിൽ നമ്മൾ പണ്ടത്തെ വീഡിയോയിൽ നമ്മളെ പഴയ ആൽമരത്തിന് താഴെ ഇരിക്കുന്ന കടയിൽ നമ്മൾ എടുത്തപ്പോഴും പുതിയ കടയിൽ എടുത്തപ്പോഴും എല്ലാം അവർ പരിപൂർണ്ണ സ്വതന്ത്രമാണ്. പോകുന്ന മുഴുവൻ ആൾക്കാർക്ക് അവിടെ അടുക്കള കാണാം. ഒരു ഓപ്പൺ കിച്ചണോടെ വേണ്ടത്. അതെ, കാരണം ഇത്രയും ഹ്യൂജ് ക്വാളിറ്റിയിലൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആൾക്കാരത് ഒരു നമ്മൾ അടുക്കളയൊക്കെ വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. പിന്നെ അങ്ങനെ നമ്മളത് റിലീവ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ മാക്സിമം ഭക്ഷണം മോശമാണെന്ന് നമ്മുടെ വീഡിയോയിൽ താഴെ വന്ന ഒരാൾ കമൻറ്റ് ചെയ്താൽ നമ്മൾ ആ കമൻറ്റ് സ്ക്രീൻഷോട്ട് അവർക്ക് അയച്ചു കൊടുക്കും. എന്നിട്ടും അവരത് മൈൻഡ് ചെയ്യില്ല, നമ്മൾ വീഡിയോ അങ്ങോട്ട് ഡിലീറ്റ് ചെയ്യും. അത് ഇപ്പം എന്ത് പേയ്മെൻറ്റ് വന്നാലും അല്ലെങ്കിൽ നമ്മളതല്ലാതെ നമ്മൾ ചെയ്തതാണെങ്കിലും നമ്മൾ ചെയ്യും. ഓക്കെ, ആ ഒരു നേരും നെറിയും വേണമല്ലോ നമ്മൾ ചെയ്യുന്ന ജോലി. അതായത് ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ഓഫറിൻ്റെ ഇത് ചെയ്യുകയാണെങ്കിൽ ശരി, നമ്മളവരോട് കൊടുക്കാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കും. എത്ര പേര് വരുന്നു, ഇപ്പം ആദ്യത്തെ 100 പേര് എന്ന് പറഞ്ഞാൽ 100 പേർക്ക് കൊടുക്കാനുള്ള സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളത് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ വിൽക്കാൻ പാടില്ല. ആദ്യത്തെ ഒരു 100 പേർക്ക് ടീഷർട്ട് 1 രൂപയ്ക്ക് കിട്ടുന്നൊക്കെ പറഞ്ഞ് ചെയ്ത് അത് കൊടുക്കാൻ അവർക്ക് ഓക്കെ ആണോ, ധൈര്യമായിട്ട് നമ്മൾ വീഡിയോ ചെയ്യും. അതല്ല കിട്ടിയില്ല അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ ബിഹേവിയർ ശരിയല്ല പറഞ്ഞാൽ നമ്മൾ നോട്ട് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കും. കാരണം നമ്മുടെ വീഡിയോ കൂടുതലും കാണുന്നത് ആ ഒരു സത്യം അതിലുണ്ട് എന്നുള്ളൊരു തോന്നുന്നു. കാരണം ആ ഒരു മിഡിൽ ക്ലാസ്സിലുള്ളവരും ഏറ്റവും പാവപ്പെട്ട ആൾക്കാരാണ് കാരണം ഈ ഒരു ഓഫറിൻ്റെ വീഡിയോസുകൾ കണ്ട് നമ്മുടെ കൂടെ പ്രൊമോഷൻ വീഡിയോസുകൾ കണ്ട് കൂടുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോവാണ്. ഇപ്പോൾ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതെ. ഇപ്പോൾ എനിക്കറിയാം പേഴ്സണലി, പക്ഷെ എങ്കിലും ഷമീർ പാലക്കാടിൻ്റെ ആരാധകർക്ക് വേണ്ടിയിട്ട് ഷമീർ എങ്ങനെയാണ് ഈ ഒരു മാറ്റം ലൈഫിൽ സാധാരണക്കാരിൽ നിന്ന് ഈ ഒരു മാറ്റം ഉണ്ടായത്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നി തുടങ്ങിയ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ആ മൊമെൻ്റ് ഏതായിരുന്നു? അല്ല, ഞാൻ പറഞ്ഞല്ലോ, കാരണം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തൊരു ചില കാര്യങ്ങൾ സംഭവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പോസിറ്റീവിലേക്കോ അല്ലെങ്കിൽ നെഗറ്റീവിലേക്കോ പോകുന്നത്. അപ്പോൾ എൻ്റെ ഫോളോവേഴ്സിൽ പക്ഷെ എല്ലാം കൂടെ ഒരു 1.5-2 ലക്ഷം പേരുണ്ടെങ്കിലും വളരെ എന്നോട് അത്രയും അടുത്തവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഞാൻ ഡിവോഴ്സാണെന്നുള്ള കാര്യം. അപ്പോൾ അങ്ങനെ 2018 കല്യാണം കഴിഞ്ഞ് നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കാതെ ഡിവോഴ്സ് ആവേണ്ടി വന്നു. പക്ഷേ എനിക്കൊരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മുടെ മിസ്റ്റേക്കും അല്ല. പിന്നെ നമ്മൾ ഈ കാണുന്ന പൊസിഷനൊന്നും അല്ല. നമ്മൾ സാധാരണ ഈ വേറെ കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയം ഒരുപക്ഷെ ഇന്ന് കാണുന്ന ഒരു പൊസിഷനിലായിരുന്നെങ്കിൽ അത് ഡിവോഴ്സ് ആവില്ലായിരുന്നു. അവർക്ക് ആ വിഷയം അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഡിപ്രഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും. കാരണം നമ്മൾ തൊഴിലൊന്നും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, പലതും നമുക്ക് വിറ്റ് പെറുക്കി പോകേണ്ടി വന്നു. അപ്പം ആ സമയത്താണ് നമ്മളൊരു ട്രിപ്പ് എന്നുള്ള രീതിക്ക് എവിടെയെങ്കിലും, കാരണം 4 ആൾ കൂടുന്നിടത്ത് ചെന്നാൽ എന്തായി എന്നുള്ളൊരു ചോദ്യമാണ്. എന്തായി, ആരുടെ ഭാഗത്ത് തെറ്റ് എന്നുള്ള ഒരു കല്യാണത്തിന് ശരിക്കും നമ്മൾ നാട്ടിലെന്നല്ല, നമ്മൾ അറിയുന്ന ഒരാളുടെ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കാന്നൊക്കെ പറയില്ല, അറിഞ്ഞിട്ട് പോലും ചോദിച്ചതൊക്കെ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഞായറാഴ്ചകൾ കല്യാണം വന്നാൽ ഞായറാഴ്ച ഞാൻ സീതാറുകൊണ്ട് പോകും, ഇല്ലെങ്കിൽ പലപ്പാണ്ടി പോകും, ഇല്ലെങ്കിൽ സുക്രിയാർ പോകും. താമരപ്പാടത്ത് പോയിട്ട് ഞാൻ മണിക്കൂർ കണക്കിൽ ഇരുന്നുണ്ട് വണ്ടിയും കൊണ്ട് പോയിട്ട്. അപ്പോൾ അങ്ങനെ സംഭവിച്ചു. കാരണം എല്ലാ
ആ, എല്ലാ ആൾക്കാരുടെ ഉയർച്ചയിലും ഒരു ലേഡി ഉണ്ടാവും. ഇപ്പം എൻ്റെ ഒരു നെഗറ്റീവിലൂടെ ഉണ്ടായ ഒരു ലേഡി ആയിരുന്നു. വിവാഹം കഴിഞ്ഞ് വളരെ കുറച്ച് കുറച്ച് ദിവസങ്ങൾ, മണിക്കൂറുകളെന്ന് വേണമെങ്കിലും പറയാം, അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ഒറ്റ ഇൻസിഡൻറ്റ് കൊണ്ടാണ് ശരിക്കും ഞാൻ ഈ ഇത്രയും വലിയൊരു ലെവലിലേക്ക് വന്നത്. അതൊരു അനുഗ്രഹമായിട്ട് തന്നെയല്ലേ? അത് ഞാൻ പറഞ്ഞല്ലോ, ദൈവം ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. കാരണം ദൈവമുണ്ട്. കാരണം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റിയാൽ മാത്രമേ ചിലതൊക്കെ നമുക്ക് വളമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതെ അതെ. ഈ നാട്ടുകാരുടെ ആനമാറി സ്വദേശിയാണല്ലോ, കുറ്റിപ്പാടം സ്വദേശിയാണ്. അപ്പോൾ ഈ നാട്ടുകാരുടെ ആദ്യത്തെ സപ്പോർട്ടും ഇപ്പോഴത്തെ സപ്പോർട്ടും എങ്ങനെയാണ്? ആദ്യം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം അങ്ങനെ തിന്നാൻ പോയി നടക്കുന്നതാണ്. ഇന്ന് എവിടെയാണ് തീറ്റാന്ന് ചോദിക്കുക നമ്മൾ വണ്ടിയും കൊണ്ട് പോകുന്ന സമയത്ത്. അല്ലേ, ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. ഇപ്പോൾ ഭയങ്കര സപ്പോർട്ടെന്ന് വെച്ചാൽ നമ്മുടെ നമ്മൾ ഒഫീഷ്യൽ ലോഗോ വെച്ചിട്ടുള്ള കീ ചെയിനുകൾ എല്ലാവർക്കും കൊടുത്ത് നമ്മളൊരു വെറുതെ ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അപ്പം ചോദിക്കും, കുട്ടി കൂടുമ്പോൾ അടക്കം എല്ലാവരും ഒരു വണ്ടിയിൽ തന്നെ ഒരുപാട് വണ്ടികൾ അവിടെ വന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം. വണ്ടികളുടെ പുറകിൽ, ഓട്ടോകളുടെ പുറകിലൊക്കെ എൻ്റെ വണ്ടികളുടെ ലോഗോ ഉണ്ട്. ടീഷർട്ടുകൾ ഞങ്ങൾ പോക്കറ്റ് വെച്ച് എല്ലാവർക്കും ഉപയോഗിക്കുന്ന തരത്തിലുള്ള ടീഷർട്ട്. അത് ഞാൻ ഒരെണ്ണം ടീഷർട്ട് വെറുതെ ഒരു കമ്പനി നമുക്ക് സ്പോൺസർ ചെയ്തപ്പോൾ ഡെമോ ഇട്ടതാണ്. അപ്പോൾ അവർക്ക് ടീഷർട്ട് വേണം പറഞ്ഞു അടിച്ച ഒരു രീതിയിലുള്ള എല്ലാവർക്കും കൊണ്ട് കൊടുത്തു. അപ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. കാരണം അതുമാത്രമല്ല, നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്പോട്ടുകളിലേക്ക് കൂടെ നമ്മുടെ നാട്ടുകാർ പോകാൻ തുടങ്ങി ഇഷ്ടം പോലെ. പിന്നെ നമ്മളിപ്പോൾ ഫ്രീ ഇവൻറ്റുകൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ടിക്കറ്റ് വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ വരുമ്പോൾ നമ്മുടെ കെയർ ഓഫിൽ കുറച്ച് ഡിസ്കൗണ്ട് കാര്യങ്ങളോ അല്ലെങ്കിൽ പേ ടിക്കറ്റ് കിട്ടുമ്പോൾ അതന്വേഷിച്ചിട്ട് നമ്മുടെ നാട്ടുകാർ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴും ഭയങ്കര നിഷ്കളങ്കരാണ് അവിടെ നാട്ടുകാരെ നോക്കിയുള്ള അങ്ങേയറ്റമാണ്. അങ്ങേയറ്റം വെച്ചാൽ ഭയങ്കര കട്ടയ്ക്ക് സപ്പോർട്ട് തന്നെയാണ് നാട്ടുകാർ. പക്ഷെ ഇപ്പോഴും അവിടെ പോയാൽ അവർക്ക് പറയാം, ഞാൻ പാലക്കാടെന്നൊന്നും ചായ കുടിക്കാൻ വിളിക്കാം. അപ്പോൾ ഞാനിപ്പോൾ ചായ പണ്ടറാന്ന് പറഞ്ഞാലും എന്നെ പാലക്കാടനായിട്ടല്ല, ഞാൻ ഷെമീറായിട്ട് വിളിക്കുന്നു, ഇങ്ങോട്ട് വാന്ന് പറയും. അത്രയും സപ്പോർട്ടുള്ള ആൾക്കാരാണ്. ഇപ്പം നമ്മൾ എന്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാലും നെഗറ്റീവ് കമൻസ് വരുമല്ലോ ഇഷ്ടം പോലെ. നമ്മളിപ്പോൾ വളരെ പോസിറ്റീവായിട്ട് നന്മയുള്ള കാര്യങ്ങൾ ഇട്ടാലും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആ ബസ്സിൻ്റെ കാര്യം ഇട്ടപ്പോൾ പോലെ നെഗറ്റീവ് കമൻസ് വന്നു. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ്, അതിനെല്ലാം റിപ്ലൈ കൊടുക്കാൻ നിൽക്കാറുണ്ടോ, അത് ശ്രദ്ധിക്കാറുണ്ടോ? ഈ നെഗറ്റീവ് കമൻസ് ഉണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമല്ല, ചിലപ്പോൾ ഞാൻ കത്തിക്കാറും. അയ്യോ, ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ തിരിച്ച് പറയണം. ഒരു ബന്ധമില്ലാത്ത പോലെ ആയിരിക്കും തെറികളൊക്കെ പറയാം. അപ്പോൾ പിന്നെ ഞാൻ പഠിച്ചു. കാരണം എന്താ വെച്ചാൽ അത് കുറച്ച് ആൾക്കാർക്ക് അതൊരു ശൈലിയാണ്. കാരണം നമ്മളൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളൊരു വീഡിയോ ഇട്ട് കൊടുക്കുകയാണ്. അതിൽ അഭിപ്രായങ്ങൾ പറയാം, അത് ശരിയല്ല, തെറ്റല്ല, അല്ലെങ്കിൽ അങ്ങനെയല്ല, ഇങ്ങനെ, അതെല്ലാം നമുക്ക് പറയാം. പക്ഷേ ഇതെന്താ വെച്ചാൽ കുറേ ഫേക്ക് ഐഡിയിൽ വരും, അല്ലെങ്കിൽ പ്രൊഫൈലിൽ ഒക്കെ എന്ന സിസ്റ്റം ഉണ്ട്. പണ്ടൊന്നും ഫേസ്ബുക്കിൽ ഇല്ലായിരുന്നു, പ്രൊട്ടക്ഷൻ ഉള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ വന്നിട്ടും കുറേ തെറികൾ ഇഷ്ടം പോലെ പറയും. അപ്പോൾ ഒരു ബന്ധമില്ലാത്ത തെറികളായിരിക്കും പറയുക. പലതും ഇപ്പോൾ പിന്നെ കുറച്ച് പഠിച്ചു. പറയുന്നവർ പറഞ്ഞോട്ടെ. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഒരു വേടൻ്റെ ഒരു ഫോട്ടോ ഇട്ടു. ഏറ്റവും ലാസ്റ്റ് നമ്മൾ വേടൻ്റെ ഫോട്ടോ ഇട്ടിട്ട് ഇത്രയേ പറഞ്ഞുള്ളൂ, തെറ്റുകൾ തിരുത്തി നീ തിരിച്ചു വരണം, നിന്നെ ഈ നാടിന് ആവശ്യമാണ് എന്നുള്ളൊരു ക്യാപ്ഷൻ വെച്ചിട്ടാണ് ഇട്ടത്. ഇപ്പോഴും ആ പോസ്റ്റർ അതിൽ കിടക്കുന്ന കമൻറ്റുകളും കിടക്കുന്നുണ്ട്. ഒരു 98% തെറികളാണ്. ഈ തെറി പറഞ്ഞവർക്ക് അറിയില്ല എന്താണ് അതിൻ്റെ ഉദ്ദേശം എന്നുള്ളത്. പിന്നെ വേടൻ്റെ പരിപാടിയുടെ വീഡിയോ ഇട്ടപ്പോഴും തന്നെ അത് ഇതിന് മാത്രമല്ല കേട്ടോ, ഒരു ബന്ധം നമ്മളൊരു +2 പഠിക്കുന്ന ഒരു കുട്ടിയുടെ വീഡിയോ നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി അവളൊരു കഫേ തുടങ്ങി, അതിൻ്റെ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരിതാണ്. അപ്പോൾ ഒരു കഫേ തുടങ്ങി, നമ്മളൊരു 3-4 ഇൻഫ്ലുവൻസർമാർ കൂടി ചേർന്ന് ഒരു വീഡിയോ നമ്മളെടുത്തു, വീഡിയോ പോസ്റ്റ് ചെയ്തു. വീഡിയോ നല്ല ഇപ്പോഴത് റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലും വന്ന് നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട്. കാരണം അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് ഈ 4 ചുമരുകൾക്കുള്ളിലിരുന്ന് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ആരെ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും പറയാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അതല്ലാത്തൊരു വിഭാഗമുണ്ട്, അവർ തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറയും. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. കാരണം അങ്ങനെയുള്ളവർക്ക് നമ്മൾ മറുപടിയും കൊടുക്കും. ഇങ്ങനെ ഇപ്പോൾ എങ്ങനെയാണ് പ്രപ്പോസൽസ് ഒക്കെ വരാറുണ്ടോ സോഷ്യൽ മീഡിയയിലൂടെ? പ്രപ്പോസലുകൾ വരാറുണ്ട്. പിന്നെ നമുക്കത്രേ ഉള്ളൂ, നമ്മുടെ കൺസെപ്റ്റിനനുസരിച്ചിട്ട് വലിയ കൺസെപ്റ്റൊന്നുമില്ല. കുറച്ചൊരു സോഷ്യൽ മീഡിയയിൽ സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആകണ്ട എന്ന് പറയേണ്ട ഒരാൾ മതി. അങ്ങനെയുള്ള ഇൻവോൾവ് ആകരുത് എന്ന് പറയാതെ നമ്മുടെ കൂടെ കട്ടയ്ക്ക് കൂടെ നിന്നില്ലെങ്കിലും അതിനോട് ചെറിയൊരു ഇഷ്ടമുള്ളൊരു കുട്ടിയാണെങ്കിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ജോലി പൊതുവെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിക്കഴിഞ്ഞാൽ ജോലി വീടും കാര്യം രണ്ടും കൂടെ കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഷമീർ രണ്ടും ജോലിയും ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ ഈ ഒരു പരിപാടിയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഡെയിലി ഓരോ വീഡിയോസ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? നമ്മൾ സമയമില്ല എന്ന് പറഞ്ഞിരുന്നാൽ നമുക്കൊരിക്കലും സമയം കിട്ടില്ല. എന്തൊരു കാര്യത്തിനും നമ്മൾ ഇപ്പോൾ ഒരാൾ എന്നിപ്പോൾ നാളെ ഒരു പ്രൊമോഷൻ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ ടൈം പറയും. കാരണം നമ്മുടെ ഡ്യൂട്ടിയുടെ ടൈം നോക്കും.
എന്നിട്ട് നമ്മൾ ഇത്ര മണിക്കേ എനിക്ക് പറ്റുള്ളൂ. കാരണം ഞാനിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ വർക്ക് ചെയ്യണം, അവിടുത്തെ മാർക്കറ്റിംഗ് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ടൈം അങ്ങോട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കും. അതല്ലെങ്കിൽ നമ്മൾ ലീവുള്ള ദിവസം തുടർച്ചയായിട്ടൊരു 3-4 വീഡിയോസൊക്കെ പല പല സ്ഥലത്തായിരിക്കും. കുറച്ചൊന്ന് എഫോർട്ട് എടുക്കേണ്ടി വരും. ഷൂട്ട് ചെയ്ത് വന്നാൽ പിന്നെ നമ്മൾ വീട്ടിലിരുന്നിട്ടാണല്ലോ എഡിറ്റിങ്, അങ്ങനെ നമ്മൾ ചെയ്യാം. പിന്നെ ഒരാഴ്ചയിൽ ഒരു 7 വീഡിയോസ് ആകുമ്പോൾ 3 നമ്മുടെ നാട്ടിലായിരിക്കും. പിന്നെ ദൂരെ എവിടെയും പോകേണ്ട കാര്യമില്ല. കാരണം ഒരു 2 മണിക്കൂർ കൊണ്ട് നമുക്കൊരു 2-3 വീഡിയോസ് നാട്ടിൽ നിന്ന് കിട്ടും. നമ്മളൊരു ഫുഡ് ചലഞ്ച് തുടങ്ങിയതൊക്കെ അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. രണ്ടും കൂടെ അങ്ങനെ. പിന്നെ ഭയങ്കര നമ്മുടെ വർക്ക് ചെയ്യുന്ന ആ സ്ഥാപനത്തിലാണെങ്കിൽ നല്ല സപ്പോർട്ടാണ്. അവരാണെങ്കിലും നമ്മുടെ MDs ആണെങ്കിലും നല്ല സപ്പോർട്ടായതുകൊണ്ട് രണ്ടും ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോകാം. ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലേക്ക് വരണം, ഒരു ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ആവണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തെങ്കിലും ഒരു ടിപ്പ് കൊടുക്കാനുണ്ട്? കാര്യം നമ്മൾ ആദ്യം ചെയ്യുമ്പോഴൊന്നും ഒരിക്കലും റീച്ച് ഉണ്ടാവില്ല, ആരും കാണില്ല, നമ്മൾ ഭയങ്കര എഫേർട്ടൊക്കെ എടുക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് ഒരു സാധാരണക്കാരിൽ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അല്ല, നമുക്ക് ഓരോരുത്തർക്കും ഓരോ ശൈലിയായിരിക്കും. നമ്മൾ ഒരിക്കലും മറ്റുള്ളവർ ശൈലി കോപ്പി ചെയ്യരുത്. നമ്മുടേതായിട്ടുള്ള കണ്ടൻറ്റുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഓണായിട്ട്. കാരണം ഇപ്പോൾ നമ്മുടെ പാലക്കാട്ടിൽ ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കുകയാണെങ്കിൽ പാലക്കാട് ഇപ്പോൾ ട്രെൻഡിങ് ആയിരിക്കുന്ന ഓരോ ഇൻഫ്ലുവൻസർ നമ്മുടെ ഇന്ദ്രിയത്ത് വ്ളോഗ് ആയിക്കോട്ടെ, കാരണം അവൻ്റേതായിട്ടുള്ള ശൈലിയിൽ വന്നവരാണ്. നമ്മൾ ഗ്രാമവാസി, നമ്മൾ തോമക്കണ്ണന്മാർ, അങ്ങനെ ഓരോരുത്തരും അവരുടേതായ മേഖലയിൽ വന്ന ആൾക്കാരാണ്. ഇപ്പോൾ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് കേരള ഹക്കീം ക, കാരണം അവരുടെ ശൈലിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ശൈലിയിൽ നിന്ന് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായും അവർക്ക് മുന്നോട്ട് വരാൻ പറ്റും. പക്ഷെ അതല്ലാതെ നമ്മളിപ്പോൾ ഫിറോസ് ചുട്ടി പറഞ്ഞ പോലെ കുറേ സാധനങ്ങൾ വാങ്ങിച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കാരണം അതൊരു ആവർത്തന വിരസതയാവത്തുള്ളൂ. അപ്പോൾ അത് ഫിറോസൊക്കെ ചെയ്താലാണ് അതിൻ്റെ ഒരു ഭംഗി. പിന്നെ നമ്മളതല്ലാതെ സെയിം സാധനം നമ്മൾ കോപ്പി അടിച്ച് ഇവിടെ വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം ഇഷ്ടംപോലെ കണ്ടൻറ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അത് അവതരിപ്പിക്കുന്നൊരു ശൈലി അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ചല്ല ഒരു 98% ജെനുവിനായിരിക്കുക. ആ ഒരു ജെനുവിനായിരുന്നാൽ മതി, ബാക്കിയെല്ലാം ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. കുറേ ബന്ധങ്ങൾ കിട്ടും, കുറേ കണ്ടിന്യൂസ് ആയിട്ടുള്ള വീഡിയോസുകൾ കിട്ടും. ഉറപ്പിക്കാതിരുന്നാൽ മതി. ഈ കോണ്ടന്റ് ദാരിദ്ര്യമൊക്കെ വരാറുണ്ടോ? എപ്പോഴെങ്കിലുമൊക്കെ അത് ഈ ഓരോ സമയത്ത് ഓരോ ട്രെൻഡാണല്ലോ. ഇപ്പം ചില സമയത്ത് നമ്മളങ്ങനെ കാരണം ആ ട്രെൻഡിൻ്റെ വീഡിയോസ് നമ്മൾ എന്തായാലും കുറച്ച് ഇടേണ്ടി വരും. ആ ട്രെൻഡിനനുസരിച്ച് അപ്പം നമ്മളിങ്ങനെ താളം തെറ്റി നിൽക്കും, എങ്ങനെയാണ് ഈ സാധനം ഒന്ന് ക്രിയേറ്റ് ചെയ്യാന്ന്. കാരണം നമ്മൾ ഇങ്ങനെ തോടും വരമ്പും പാടവും വെള്ളച്ചാട്ടവും മലയും അതാണ് നമ്മുടെ ട്രെൻഡ്. അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് റീസെൻ്റ്ലി ഫുഡ് ചലഞ്ച് എല്ലാവരും കുറേ സുന്ദരിയായ കുട്ടികളുടെ അടുത്ത് സാധനങ്ങൾ കഴിക്കാൻ കൊടുക്കും, എന്നിട്ട് 500-1000 വെച്ചിട്ട് കൊടുക്കും. അപ്പോൾ അതിപ്പോൾ കാരണം അവരെന്തായാലും അവരിതൊക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ, അവർക്ക് എന്തായാലും നല്ല പോക്കറ്റ് മണിയും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മളെ നേരത്തെ മുത്തിയുടെ അടുത്ത് പോയി കാര്യങ്ങൾ പറഞ്ഞു. മുത്തിക്ക് കുറച്ച് ബിസ്ക്കറ്റ് കഴിക്കാൻ കൊടുത്തു, മുത്തിക്ക് നമ്മൾ ക്യാഷ് കൊടുത്തു. അപ്പോൾ നമ്മളൊരു ചില സമയങ്ങൾ കുറച്ച് ലാഗാവും. അപ്പോൾ പക്ഷേ അതിൽ അത്രയും ചിലപ്പോൾ ആളുകൾ കാണില്ലായിരിക്കും. എങ്കിലും അതൊരു നമ്മൾ വെറൈറ്റി ആയിട്ട്, കാരണം പലരും പേഴ്സണലി വന്ന് പറയും ഞാൻ ഇങ്ങനെയൊക്കെ ഒരു കമൻറ്റ് ബോക്സുകൾ കണ്ടാൽ തന്നെ അറിയാം ഇവർ അർഹതപ്പെട്ടവരിലേക്ക് എത്തി എന്നുള്ള രീതിക്കൊക്കെ. അപ്പം അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് മാറ്റി പിടിക്കണം. കാരണം എപ്പോഴും ലൈവായിരിക്കുക, അതിൻ്റെ പേരിൽ ഔട്ടായി പോകും. കാരണം നമ്മൾ പണ്ട് കണ്ടു വളർന്ന യൂട്യൂബർമാരൊന്നും ഇപ്പോൾ ചിലപ്പോൾ അതിൻ്റെ 7,000 പോലും ഉണ്ടാവില്ല. കാരണം അവർ ഉണ്ടെങ്കിൽ പോലും അവരാരും ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. ട്രെൻഡിൻ്റെ കൂടെ ആരാണോ വരുന്നത്, കാരണം പുതിയ കാര്യങ്ങളാണ്. ഞാനും നീയും പഠിച്ച കാലമല്ല, ഞാനും നീയും നോക്കിയ മൊബൈലുകളല്ല. അപ്പോൾ പുതിയ തലമുറ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് നമ്മൾ ചെയ്ത് മുന്നോട്ട് പോകുക, അതിലൊരു ജെനുവിനിറ്റി ഉണ്ടെങ്കിൽ മതി. ഓക്കെ. ഈ ഒരു പ്രൊമോഷൻ വളരെ സീരിയസ് ആയിട്ട് തുടങ്ങിയത് ഏത് സമയം മുതലാണ്? ഇതിൽ നിന്ന് നമുക്കൊരു വരുമാന മാർഗമാണ്, നമുക്കൊരു ഇൻകം ജനറേഷൻ ഉണ്ട് എന്ന് നമുക്ക് തീരുമാനിക്കുന്നതും സ്വന്തമായിട്ടൊരു വിലയിടുന്നതും എൻ്റെ ഇന്ന വീഡിയോയ്ക്ക് ഇത്ര രൂപയാണ് എന്ന് തീരുമാനിക്കുന്ന സ്റ്റേജ് ഏതായിരുന്നു? ഞാൻ ആദ്യം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് റിയൽമി XTയുടെ അന്നൊരു 18,000 രൂപ EMI ഇട്ടിട്ടാണ് നമ്മളത് വാങ്ങിയത്. അന്ന് 5,000 രൂപ കൊടുത്ത് ബാക്കി ഡൗൺ പേയ്മെൻറ്റ്. അന്ന് 64 മെഗാ പിക്സലിൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ ആദ്യമായി ആൻഡ്രോയിഡിൽ 64 മെഗാ പിക്സൽ ഹൈ ക്വാളിറ്റി ആയിരുന്നു. നമ്മൾ പഴയ വിഷ്വലൊക്കെ നോക്കി അറിയാം. അതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ നിന്ന് നമ്മൾ കുറേ കാലത്തെ ആഗ്രഹത്തിന് ശേഷം കുറേ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ ആക്കി കുറച്ച് പൈസയൊക്കെ സ്വരൂപിച്ച് ഒരു iPhone 11 Pro Max സെക്കൻഡ് ഹാൻഡ് എടുത്തു. അന്ന് 60,000 രൂപയാണ് അതിൻ്റെ പൈസ. അപ്പം അന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ മാനേജർ അതിന് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് കുറച്ച് പൈസയൊക്കെ തരാമെന്നൊക്കെ പറഞ്ഞു. അന്ന് നമ്മൾ അത് മേടിച്ചു. അപ്പോൾ ഇത് രണ്ടാണല്ലോ, ആൻഡ്രോയിഡ് വേറെ iPhone വേറെ. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ അപ്പോഴാണ് നമ്മളിങ്ങനെ ചിന്തിക്കുന്നത്, കാരണം ഇത് നമുക്ക്
ചിലവാണ്. അതെ. കാരണം അത്രയും ചിലവ് നമ്മളിങ്ങനെ പോയി എടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ പ്രൊമോഷന് വിളിക്കുമ്പോൾ പിന്നെ നമ്മളൊരു ഒരു ഇത് വെക്കാൻ തുടങ്ങി. തുക നിശ്ചയിച്ചാൽ മതി. അവർ പക്ഷെ നമ്മൾ നെഗോഷ്യബിളാണ്, ഒരു തുക പറയും. അപ്പോൾ ഒരു നെഗോഷ്യബിളാണ്. അപ്പോൾ ഒരു തവണ അവർ നോക്കും, നമ്മൾ വീഡിയോ പോയി ചെയ്ത് അവർക്കതിൽ ബെനിഫിറ്റ് ഉണ്ടാകുമ്പോഴാണ് അടുത്ത തവണ നമ്മൾ പറയുന്ന പേയ്മെൻറ്റിന് അവർ ചെയ്യാതെ. ഞാൻ പറഞ്ഞു ആദ്യം നമ്മളൊരു ഫ്രീ ഫുഡിനാണ് നമ്മൾ ചെയ്തത്. പിന്നെ അതൊരു 1000 രൂപ പേയ്മെൻറ്റ്. ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ ചെറിയ കടകളെല്ലാം നമ്മൾ ഫ്രീ ആയിട്ട് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ 100 രൂപയ്ക്ക് കഴിച്ചാലും നമ്മൾ കൊടുക്കുന്ന തുക അതൊന്നും ആയിരിക്കില്ല, അതിനേക്കാളല്ലേ അത്രയോ മുകളിലാണ് നമ്മൾ. കാരണം അത് വെച്ച് അവരുടെ കുടുംബം കഴിഞ്ഞ പോയ ആൾക്കാരാണ്. ഒരിക്കലും അവരുടെ ഫുഡിലോ അവർ വെക്കുന്ന സാധനങ്ങളിലോ ഒരിക്കലും ഒരു മായം കലർത്തില്ല. അത് 100% ഉറപ്പാണ്. അങ്ങനെ ചെയ്യാം. പിന്നീട് കുറച്ച് കടകളായിട്ട് പിന്നെ നമുക്ക് വരാൻ തുടങ്ങി, ഈ പ്രൊമോഷൻ എന്നുള്ള രീതിക്ക് വരാൻ തുടങ്ങി. കുറച്ച് പേയ്മെൻറ്റ് വ്യൂസ് ഇങ്ങനെ കൂട്ടാൻ തുടങ്ങി. ഇന്നിപ്പോൾ പാലക്കാട് ഏറ്റവും ടോപ്പായ നമ്മൾ ലുലുമാളായിക്കോട്ടെ, മൈജിക്കാവട്ടെ, ബിസ്നി, ഏറ്റവും ടോപ്പായിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും വീഡിയോസുകൾ നമ്മൾ അതും ഒന്നല്ല കേട്ടോ, നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇപ്പോൾ ലുലുവിൻ്റെ ആയിക്കോട്ടെ ഏതൊരു സ്ഥാപനത്തിൻ്റെയും നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ വീഡിയോസ് കണ്ട് ഈ ആൾക്കാർ ആ സ്ഥാപനത്തിലേക്ക് പോകുമ്പോൾ അതില്ലാന്ന് ഒരാളും, കാരണം ഇത് പറഞ്ഞത് നുണയാണ്, ഞങ്ങളോടൊപ്പം കിട്ടിയില്ല എന്ന് ഒരാളും പറയില്ല. പറ്റിക്കപ്പെട്ടു ഒരിക്കലും പറയില്ല. അങ്ങനെ നമ്മൾ പറയേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് നമ്മൾ സംസാരിക്കും. എന്നിട്ട് നമ്മളത് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്യും. പിന്നെ ഇപ്പോൾ റിസോർട്ടുകൾ അങ്ങനെ കുറേ അതൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പേഴ്സണലിയൊക്കെ നമ്മൾ ഏതൊരു സ്ഥാപനത്തിലേക്ക് പോകുമ്പോഴും നമ്മൾ അവരോട് പറയും, നമുക്ക് അത്രയും വേണ്ടപ്പെട്ടില്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞിട്ട് ഒക്കെ പോകുന്ന സമയത്ത് ഒരു ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കണം ഉള്ള രീതിക്കൊക്കെ പറയും. അപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനെ പോകും. അപ്പോൾ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് കിട്ടും, നല്ല സർവീസാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ട്. അതെ, തീർച്ചയായിട്ടും. ആരെങ്കിലും ഈ പ്രൊമോഷൻ തന്നിട്ട് പറ്റിച്ചിട്ടുണ്ടോ? ഇപ്പോഴും ഉണ്ട് പ്രൊമോഷൻസ്. പലപ്പോഴും നമുക്ക് ഷോപ്പുകളിൽ നിന്ന് ഡയറക്റ്റ് വരാറുണ്ട്, ഏജൻസികളും വരാറുണ്ട്. പലപ്പോഴും ഏജൻസികളൊക്കെ ആകുമ്പോൾ പലരും നമുക്ക് അറിയില്ല, വെറുതെ ഒരു ഫോൺ കോളിൻ്റെ ഒരു ബന്ധം മാത്രം ഉണ്ടാവുള്ളൂ. നമ്മൾ പോയി ഈ ക്ലയൻറ്റിന് പോലും അവരുടെ ഡയറക്റ്റ് പരിചയം ഉണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും അവർ പേയ്മെൻറ്റുകൾ നമുക്ക് മിസ്സായി പോകാറുണ്ട്. ചിലർ പകുതി തരും, പകുതി പിന്നെ അതങ്ങനെ പെൻഡിങ് ആക്കും. പിന്നെ നമ്മൾ ഒരിക്കലും ചിലരൊക്കെ നമ്മൾ ഷൂട്ടിന് പോകുമ്പോൾ തന്നെ നമ്മൾ അറിയാം, നമുക്ക് അവരുടെ ആറ്റിറ്റ്യൂഡ് അറിയാമല്ലോ. അപ്പോൾ അവരതിൽ ജെനുവിനിറ്റി കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ പോയാലും പോട്ടെ എന്നുള്ള രീതിക്ക് നമ്മൾ വീഡിയോ, കാരണം നമ്മളോട് പോലും ആത്മാർത്ഥത കാണിക്കാതെ എങ്ങനെയാണ് മറ്റുള്ള വരുന്ന കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക. അങ്ങനെ വരുമ്പോഴൊക്കെ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യും വീഡിയോ. പിന്നെ പേയ്മെൻറ്റ് നമ്മൾ പറയും, പ്രൊമോഷൻസിൻ്റെ പേയ്മെൻറ്റ് പറയും. ചിലർക്ക് നെഗോഷ്യബിൾ ആവും. ചിലർ നമ്മൾ സ്ഥാപനം പോയി കാണുമ്പോൾ നമ്മളൊരു പേയ്മെൻറ്റ് പറഞ്ഞ് ഫിക്സ് ആക്കിയ ശേഷം നമ്മൾ സ്ഥാപനത്തേക്ക് പോകുമ്പോഴായിരിക്കും നമുക്കതിൻ്റെ ഒരു ശോകം അറിയുക. കാരണം അവരുടെ ഒരു ഇഷ്ടംപോലെ പ്രൊഡക്ട്സ് ഉണ്ടാവും, ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ചെറിയ ലാഭം എടുത്തിട്ടായിരിക്കും വിളിക്കുക. പക്ഷെ അവർക്കിത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേറെ വഴിയില്ല. കാരണം ഒരു നോട്ടീസൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ഒരു 10,000 നോട്ടീസ് അടിക്കണമെങ്കിൽ അത് നാട്ടുകാരിലേക്ക് എത്രയും 30,000 രൂപ ചിലവാണ്. ശരിയാണ്. അപ്പോൾ ഞാനപ്പോൾ പേയ്മെൻറ്റ് നമ്മൾ തന്ന പേയ്മെൻറ്റിന് തിരിച്ചൊരു റീഫണ്ട് അവർക്ക് കൊടുക്കും. അങ്ങനെ കുറേ കടകൾക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ചെറിയ. ആ ഒരു ജെനുവിനിറ്റി തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്നേഹം തന്നെയാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെയാണ് കുറേ റിപ്പീറ്റ് ആയിട്ടുള്ള ഷോപ്പുകാർ നമ്മളെ വിളിക്കുന്നത്. പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഒരു കസ്റ്റമർ പോവുകയാണ്, ഫിനാൻഷ്യലി കുറച്ച് കുറവാണെന്ന് പറയുമ്പോൾ അവർ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഈ പോകുന്ന ആൾക്കാർക്ക്. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്കൊരു ഈസി ആവും. അതെ. ആരാണ് ഈ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും മിക്സ് ചെയ്യുന്നതും ഒക്കെ? എഡിറ്റിങ്ങും വോയിസ് ഓവറും എല്ലാം ഞാൻ തന്നെയാണ്. വീഡിയോ എടുക്കാൻ നമ്മുടെ നാട്ടിൽ പിള്ളേരും ഇവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ആരെങ്കിലും ഒരാൾ, കാരണം എൻ്റെ ഒരു ഏറ്റവും വലിയൊരു നെഗറ്റീവാണോ പോസിറ്റീവാണെന്ന് അറിയില്ല, എന്നെ കാണിക്കുന്ന വിഷയം മാത്രമേ അവർ എടുക്കേണ്ട കാര്യമുള്ളൂ. ബാക്കി എല്ലാം കുത്തിയിരുന്ന് ഞാൻ എടുക്കും. നമ്മളൊരു സെലിബ്രിറ്റിയാണ്, നമ്മളൊരു വ്ളോഗറാണ് കൊണ്ട് നമ്മൾ മാറി നിൽക്കില്ല. ഇനിയിപ്പോൾ അവൻ എൻ്റെ കൂടെ വന്ന് അവന് പൈസ കൊടുക്കുന്നില്ല, അവൻ എടുത്തോട്ടെ എന്ന് പറയില്ല. കാരണം എൻ്റെ കണ്ണിൽ കാണുന്ന കാഴ്ചകളായിരിക്കണം എൻ്റെ വീഡിയോസിൽ വരേണ്ടത് എന്നുള്ളൊരു. മാക്സിമം അത് ആ വിഷയങ്ങളിലൊക്കെ നോക്കി അറിയാം. നമ്മളൊരു ഇൻട്രോ കാണിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്നതും അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ കാണിക്കുന്നതും മാത്രമേ ആവത്തുള്ളൂ. ബാക്കിയെല്ലാം ഈ സകലതും നമ്മുടെ ഒരു സൈനേജ് ഉണ്ടാവും അതിൽ. ഓക്കെ. അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് നെക്സ്റ്റ് പ്ലാൻ? എന്തെങ്കിലും ഉണ്ട്? എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം? അല്ല, നമ്മൾ നാടോടുമ്പോൾ നടുവേ ഓടണം എന്നാകുമ്പോൾ നമ്മളിപ്പോൾ കുറേ വർക്കുകൾ നമ്മളെടുത്ത് ചെയ്യുന്നുണ്ട്. കുറേ സെലിബ്രിറ്റീസിനെ വെച്ചിട്ട് ഷോപ്പുകളുടെ പ്രൊമോഷൻസ്. ഇപ്പോൾ ഒരു 10 വ്ളോഗേഴ്സ് വേണം, 15 വ്ളോഗേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇനോഗ്രേഷനൊക്കെ വിളിക്കുന്ന സമയത്ത് ടോട്ടലായിട്ട് നമ്മൾ വർക്ക് എടുക്കാറുണ്ട്. സെലിബ്രിറ്റീസിനെ, ചെറിയ സെലിബ്രിറ്റീസിനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ടോട്ടൽ വർക്ക് എടുക്കും. 15 വ്ളോഗേഴ്സ്, ഒരു 4 സെലിബ്രിറ്റീസ് അങ്ങനെയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. പിന്നെ ഇപ്പം അടുത്ത കാലഘട്ടം എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അടുത്ത ട്രെൻഡ് എങ്ങനെയാണെന്ന് അറിയില്ല. എ എന്നുള്ളൊരു തിരിച്ചിപ്പോൾ നമ്മൾ ഒന്ന് അപ്ഡേറ്റഡ് ആവണം. അത്രയ്ക്കുള്ളൂ, വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല.
പിന്നെ പഠിക്കണം, ട്രെൻഡ് അറിയണം അല്ലേ, അതാണ് ഈ ഒരു അതിൻ്റെ- ഫീൽഡിൽ നിൽക്കണമെങ്കിൽ അല്ലേ. കാരണം എപ്പോഴും ഈ ആവർത്തന വിരസത ഒരിക്കലും ആൾക്കാർ ആഗ്രഹിക്കുന്നില്ല. പുതിയൊരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടേയിരിക്കണം. നമ്മൾ എല്ലാവരും പറയും ഐഫോണിൽ എന്തിനാണ് ഷൂട്ട് ചെയ്യണം, കാരണം ഐഫോണിൽ കിട്ടുന്ന ആ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അതിൽ നമ്മൾ നമ്മളൊരു 1 GB വീഡിയോ നമ്മളതിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും ക്വാളിറ്റിയിലാണ് വീഡിയോ. ആൾക്കാർക്ക് ആവശ്യം അതാണ്, ക്വാളിറ്റിയാണ്. നമ്മൾ ഈ 10,000 നമ്മൾ ചിലവാക്കി കുറേ ബ്ലറായിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ട് ഒരു കാര്യമില്ല. കുറച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആവുക, അതെ. കുറച്ചൊരു കാലത്തിനനുസരിച്ചൊന്ന് മാറണം, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഷമീർ പാലക്കാട്. ഷമീർ, ഒരുപാട് സന്തോഷം. കുറേ കാര്യങ്ങൾ ഈ ഒരു യാത്ര നമ്മളുമായിട്ട് പങ്കുവച്ചതിൽ. എല്ലാവിധ ആശംസകളും നേരുന്നു. എല്ലാ ആഗ്രഹങ്ങളും നടക്കട്ടെ, സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഷമീർ പാലക്കാടനാണ് ഇന്ന് ഗസ്റ്റ് റൂമിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. തൻ്റെ യാത്ര, തൻ്റെ ജീവിതയാത്ര, തൻ്റെ ഇൻഫ്ലുവൻസർ ആ ഒരു മേഖലയിലേക്ക് വന്നിട്ടുള്ള ആ ഒരു ജേണിയെക്കുറിച്ചാണ് ഷമീർ നമ്മളോട് ഷെയർ ചെയ്ത്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും വളരെ ഇൻസ്പയർഡ് ആയിരുന്നു ആ ഒരു സ്റ്റോറി. ഇന്നത്തെ ഗസ്റ്റ് റൂം ഇതോടുകൂടി പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു അതിഥിയുമായി ഒന്നിക്കാം.